ഹായ് നമസ്കാരം. നന്ദകുമാറാണ്. ഭയങ്കര സങ്കടത്തിലാണ്. ഭയങ്കര വിഷമം ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് നിങ്ങളോട് മാത്രമാണ് എൻ്റെ വിഷമങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. സങ്കടം മൂത്തിട്ടാണ് ഞാനിപ്പം വീഡിയോയിൽ വന്നത്. ഫസ്റ്റ് എൻ്റെ സങ്കടം എന്ന് പറയുന്നത് ഒരു ലോട്ടറി പോലും ഇന്നേവരെ അടിച്ചിട്ടില്ല. എന്തോരം രൂപ ഞാൻ ലോട്ടറി എടുത്തതാ. ഒരു എണ്ണം പോലും എനിക്ക് അടിച്ചിട്ടില്ല. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പിന്നെ 2010 തൊട്ടിട്ട് 2024 വരെ ആയിട്ട് ഞാൻ മലയാള സിനിമയിലുണ്ട്. എനിക്ക് ഇന്നേ വരെ മമ്മൂട്ടി മോഹൻലാലിന് ഡേറ്റ് വന്നിട്ടില്ല. എന്ത് സങ്കടമാണെന്നറിയാമോ? ഭയങ്കര സങ്കടമുണ്ട്. രജനീകാന്ത് ഡേറ്റ് തന്നിട്ടില്ല, കമലഹാസൻ തന്നിട്ടില്ല, വിജയ് തന്നിട്ടില്ല, വിജയ് സേതുപതി തന്നിട്ടില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്തു ഇവരോടൊക്കെ? എനിക്ക് ഇവരെന്തുകൊണ്ട് ഡേറ്റ് തരാത്തെ? പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പേരിൽ ബാങ്കിൽ ഒരു 100 കോടി രൂപ ഡെപ്പോസിറ്റ് ഇല്ല. ഞാൻ ഈ വിഷമമൊക്കെ ആരോട് പറയും? മിനിമം ഒരു 100 കോടി രൂപയെങ്കിലും ഒരു മനുഷ്യന് ഡെപ്പോസിറ്റ് വേണ്ടേ? അതില്ല. ഇനി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെ അംബാനിയുടെ മക്കളെ പരിചയമില്ല. ഇത് ഭയങ്കര സങ്കടമാണ് അതിൻ്റെ അകത്തൊക്കെ ഓർക്കുമ്പോൾ. മനസ്സിലായോ? ഇനി ഇനി വേറെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഏഹ്, എനിക്ക് ഒരു PhD പോലും ഇല്ല. ഒരു PhD എങ്കിലും മിനിമം കിട്ടണ്ടേ? ഡോക്ടറേറ്റ് ഇല്ല, PhD ഇല്ല, എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഞാനൊരു ശാസ്ത്രജ്ഞനല്ല. എന്തൊരു കഷ്ടമാണെന്നറിയോ? എന്തിനാ മനുഷ്യനെ ഇങ്ങനെ ജനിപ്പിച്ചേക്കുന്നത്? മനസ്സിലായോ? ഭയങ്കര സങ്കടം. എനിക്ക് സങ്കടം വന്നിട്ട് വയ്യ. എനിക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റ് പോലും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊരു അവസ്ഥ. നമുക്ക് ഒന്ന് ഇവിടുന്ന് ദുബായിക്കോ അല്ലെങ്കിൽ ജസ്റ്റ് അമേരിക്കയിലേക്ക് പോയി ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ മിനിമം ഒരു ഫ്ലൈറ്റെങ്കിലും വേണ്ടേ വീട്ടിൽ? അതുപോലും ഇല്ല. ഞാൻ ഈ സങ്കടമൊക്കെ ആരോടെയൊന്ന് ദൈവത്തിനോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിലോ ചെന്ന് കഴിഞ്ഞാൽ എന്തോരം ആൾക്കാരാ അവിടെ ഉള്ളത്. അത്ര ആൾക്കാർ പറയുന്നത് ആ ദൈവം കേൾക്കണ്ടേ? അത് ഓർക്കുമ്പോൾ എനിക്ക് പിന്നെയും സങ്കടമാണ്. നമ്മളായിട്ട് എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് ഓർക്കും. എന്നാൽ നമ്മളെ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുമ്പോൾ നമ്മളുടെ അയാൾക്ക് സ്നേഹമല്ലേ വരണ്ടേ? അപ്പൊ നമ്മൾ ദൈവത്തിനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല ഇന്നേ വരെ. അപ്പൊ നമ്മളോട് സ്നേഹം കാണിച്ച് നമുക്ക് തരാനുള്ളതൊക്കെ തരണ്ടേ? ഇതിപ്പോ തന്നേക്കുന്നത് മുഴുവനും എന്താണെന്നറിയോ? കുറെ കുതികാല് വെട്ടുകാര് നമ്മളെ പറ്റേ നിന്നിട്ട് നമ്മളെ നെഞ്ചത്ത് കുത്താനും പള്ളക്ക് കുത്താനും പുറകിൽ നിന്ന് കുത്താനും ഒക്കെ കുറെ കുതികാല് വെട്ടുകാരെ തന്നിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, സ്നേഹത്തോടു കൂടി പറ്റേ വന്ന് നിൽക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമുക്ക് എവിടെയൊക്കെയാണ് വരുമാന സ്രോതസ് ഉള്ളത് എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ പോലും അറിയാതെ അവിടെ ചെന്ന് അവരെ കൈക്കലാക്കി അവരുടെ ഒപ്പം പോകുന്ന കുറെ പൊട്ടന്മാരായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവോ? എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കോടി രൂപ അക്കൗണ്ടിലുള്ള ഒരു മനുഷ്യനില്ലെന്ന് എൻ്റെ ഫാമിലിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയ മനുഷ്യന്റെ അവസ്ഥ. അന്നാ അന്നാ ഇതൊന്നും വേണ്ട, ഞാൻ ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല. എങ്ങനെയെങ്കിലും എന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കണ്ടേ? ഒരു നല്ലൊരു നടനാക്കി സൂപ്പർ സ്റ്റാർ ആക്കി ഒരു മിനിമം ഒരു 5-6 നാഷണൽ അവാർഡ് മേടിച്ച് തന്നു. റെമ്യൂണറേഷൻ ഞാനാണെങ്കിൽ ഏറ്റവും റേറ്റ് കുറച്ചിട്ടുള്ള റെമ്യൂണറേഷനെ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അധികമൊന്നും വേണ്ട. ഒരു 35 ലക്ഷം രൂപ വെച്ചിട്ട് ആഴ്ച കിട്ടിയാലും മതി. അത്രയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു റോഡ്സ് റോയൽസ് അങ്ങോട്ട് പോകാൻ, അത്യാവശ്യം ചായ കുടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു മസാല വട അടിക്കാനോ ഒക്കെ ആയിട്ട് അത് മതി. അതും ഇല്ല. നമ്മളിത് എന്നാ പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കയറുന്ന വണ്ടിയിലൊക്കെ എന്തോരം ആൾക്കാരാണെന്നറിയാമോ? പറ്റുന്നില്ല. KSRTC കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ, പ്രൈവറ്റ് ബസ് കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ, വല്ലവന്റെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ. എനിക്ക് അതൊന്നും പറ്റത്തില്ലെന്ന്. നമ്മളൊരു സിംഗിളായിട്ട് അത്യാവശ്യം ഒരു ഡ്രൈവറെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാനും എൻ്റെ ഏറ്റവും ഇന്റിമേറ്റഡ് ആയിട്ടുള്ള ഒരാൾ എൻ്റെ പറ്റേര്, അതിപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ നമ്മൾ സിംഗിളായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമ്മളോട് മിങ്കിളാകാൻ പറ്റുന്ന ആരെങ്കിലും ആയിക്കോട്ടെ, അവരുമായിട്ട് ഞാനും ആളും തമ്മിൽ നമ്മുടെ എന്താ മറ്റേ ഒരു സിനിമ ഇപ്പൊ അടുത്തിറങ്ങിയായിരുന്നല്ലോ, ഒരു ചെറുക്കൻ, ഒരു പാവപ്പെട്ട ചെറുക്കൻ അവന്റെ സ്വന്തം ഫ്ലൈറ്റില് പൈലറ്റ് പോലും പൈലറ്റ് പോലും ഇല്ല ആ ചെറുക്കന്റെ കൂട്ടത്തില്, ഒരു ഡ്രൈവർ പോലും ഇല്ലാതെ അവനും അവന്റെ കാമുകിയും കൂടി മാത്രമായിട്ട് വണ്ടിയിൽ പോകുന്നു. ഒരു മലയുടെ മേലിൽ കൂടെ ഒക്കെ വരുമ്പോ അവന് ആ മലയിൽ ഇടിച്ചവൻ തകരേണ്ടതാണ്. അവൻ അവിടുന്ന് പൊക്കി കൊണ്ടുപോകുന്നു. അതിന്റെ പടത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെയൊക്കെ നമുക്കൊരു അങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സാധിച്ചു തരാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ബാങ്കിൽ നമ്മൾ ചെന്ന് ഒരു ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് ലോൺ തരാനായിട്ട് പറ്റത്തില്ല. ഇവിടെ അംബാനിക്കും അതുപോലെ തന്നെ മദ്യ വ്യവസായിക്കൊക്കെ, അതായത് പറ്റിക്കാതെ മിനിമം ബാങ്കിനെ ചതിച്ച് നാട് വിട്ടു പോകുന്നവർക്ക് മാത്രമേ ലോൺ തരത്തുള്ളൂ. അല്ലാതെ മിനിമം മര്യാദക്ക് നമ്മൾ മാസത്തിൽ അടച്ച് EMI ഒക്കെ ക്ലിയർ ആയിട്ട് അടക്കുന്നവർക്ക് ലോൺ തരത്തില്ല.
അവർ പറയുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെന്നാ നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി റോട്ടിൽ കൂടെ പോകുമ്പോൾ വലതുവശത്തൂടെ നടന്ന് മറ്റുള്ളവരോട് കള്ളം പറയാതെയും എല്ലാവരോടും സത്യസന്ധമായ രീതിയിൽ പെരുമാറിയും എല്ലാവരും നന്നാവണേ സന്തോഷിക്കണേന്ന് ആഗ്രഹിച്ച് നടന്നു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. അതൊന്നും പറ്റത്തില്ല. അവര് പറയുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾ പൈസ അടക്കട്ടെന്നേ. നിങ്ങൾ 100 കോടി എടുത്തിട്ട് നാട് വിട്ടു പൊക്കോ. അങ്ങനെയാണ് നിങ്ങൾക്ക് ലോൺ തരാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, കാപട്യം കാണിക്കുക, അല്ലെ കള്ളത്തരം കാണിക്കുക, നാട്ടുകാരെ പറ്റിക്കുക, വഞ്ചിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു തരാം. അതിനുള്ള നിയമങ്ങൾ സൃഷ്ടിച്ചു തരാം. ഇതൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത്. എന്നെ ചെയ്യൂന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളില് അങ്ങനത്തെ ഒരു സ്വഭാവം വരരുത്. അല്ലേ? എന്താ ഇനിയിപ്പോ ഒരു മാർഗം എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ അറിയാവോ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഈ സമയം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഒരു മസാല വടയും ഒരു ചെറിയൊരു നല്ലൊരു ഒരു ചെറിയ പെഗ്ഗൊക്കെ അടിച്ച് അങ്ങനെ ഇരുന്ന് കഴിക്കാനാണ്. പക്ഷെ എന്നാ ചെയ്യാൻ പറ്റും? അതിന്റെ വാതിൽക്കൽ ചെല്ലുമ്പോൾ അവര് പറയാം ATM ഒക്കെ കാശ് വേണം, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യണമെന്ന് പറയുന്നത്. സങ്കടം കൊണ്ട് വയ്യുന്നേ. നല്ലൊരു കാമുകി പോലും ഇല്ല. വെളുത്ത് സുന്ദരിയായി മിനിമം ഒരു ഐശ്വര്യ റായിനെ പോലെങ്കിലും ഇരിക്കുന്ന ഐശ്വര്യ റായിനെ പോലെ ഒരാളുണ്ട്. അത് കുഴപ്പമില്ല. അത് നമുക്ക് മാറ്റാം. പിന്നെ വേറെ ഏതാ? കാവ്യമാധവനെ പോലുള്ള ആളെ എനിക്ക് പറ്റത്തില്ല. ഉം, ഐശ്വര്യ ലക്ഷ്മി പറ്റത്തില്ല, അത് പറ്റത്തില്ല. അയ്യോ, കാമുകിക്കുള്ള സങ്കല്പം പോലും എൻ്റെ ഉള്ളിലില്ല. എന്തൊരു സങ്കടാവസ്ഥയാണ്. എന്നാൽ നല്ലൊരു അസിസ്റ്റന്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമില്ല. ശങ്കറിനെ പോലെയുള്ള ഒരാളെയൊക്കെ ഞാൻ അസിസ്റ്റന്റായിട്ട് ആഗ്രഹിക്കുക. പക്ഷെ കിട്ടുന്നില്ലെന്ന്. എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങളും നടക്കുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഡിപ്രഷൻ സ്റ്റേജിലിരിക്കണം. എന്താണ് ഇതിന് ഒരു പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ കമന്റ് അടിക്കും. അപ്പൊ ആ കമന്റ് അടിക്കുന്നത് എനിക്ക് കാണാനുള്ള ശേഷി പോലും ഇല്ല. അത് കാണുമ്പോൾ സങ്കടം വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കാത്തത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്നിട്ട് നിങ്ങളെങ്കിലും സുഖമായിട്ട് ജീവിക്കും. എന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ സങ്കടം ഞാൻ ആരോട് പറയാനാ? ആര് കേൾക്കാനാ? കഷ്ടം. ഞാൻ ഇങ്ങനെ ഒന്നും കുഞ്ഞും സങ്കടപ്പെട്ട് ജീവിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നു. പാവം ഞാൻ.